ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പരീക്ഷയുടെ സിലബസും പിന്നെ ഒരു ക്ലാസ് ആണ് കേട്ടോ. ഇത് ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ലേറ്റസ്റ്റ് ആയിട്ട് 2025 നടന്ന പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ, APO ഡ്രൈവർ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എടുത്ത ഒരു ക്ലാസ്സാണ്. അത് ഈ ഒരു സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സിലബസിനും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് നടന്ന പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറിൻ്റെ തസ്തികയുടെ പേര് എക്സൈസ് ഡ്രൈവർ എന്നതിൽ നിന്ന് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എന്നായി മാറ്റിയിട്ടുണ്ടായിരുന്നു. കാറ്റഗറി നമ്പർ 386/2025 അതിൻ്റെ പുതിയ സിലബസ് വന്നിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കും, അതായത് ഡ്രൈവിംഗ് പാർട്ടും, പിന്നെ 50 മാർക്ക് GK കറണ്ട് അഫയേഴ്സ്, പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞ ടോപ്പിക്കുമായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇത്തവണ അതിന് പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവറൊക്കെ പോലെ സിലബസിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്താണ് സിലബസ് എന്ന് മനസ്സിലാക്കിയിരിക്കാം അല്ലേ. അതിനകത്ത് കോമൺ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും, എന്നിട്ട് നമുക്ക് ക്ലാസ് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടേക്കാം. നിങ്ങൾക്കത് കണ്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതിനെ 6 ടോപ്പിക്കായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ ടോപ്പിക്കിൽ പറയുന്നത് പൊതുവിജ്ഞാനം എന്നുള്ളതാണ്, അതായത് ജനറൽ നോളജ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പൊതുവിജ്ഞാനത്തെ തന്നെ 9 സബ് ടോപ്പിക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതികശാസ്ത്രം, രസതന്ത്രം, കല, കായികം, സാഹിത്യം എന്നുള്ളതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന 9 സബ് ടോപ്പിക്കിനും ഇത്ര മാർക്ക് എന്നുള്ളത് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ പൊതുജനാരോഗ്യത്തിന് 30 മാർക്കാണ് വരിക കേട്ടോ. 30 മാർക്കാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഈ അതിനുശേഷം ആനുകാലിക വിഷയങ്ങൾ അഥവാ കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഭാഗത്ത് നിന്ന് ഒരു 10 മാർക്കുണ്ട്. അപ്പം 30ഉം 10ഉം 40 മാർക്കായി. പിന്നെ മാത്സ് ആണ് വരുന്നത് കേട്ടോ. ലഘു ഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും എന്ന് പറയുന്നത് 10 മാർക്ക്. അങ്ങനെ 40ഉം 10ഉം 50 മാർക്ക്. ഇത്രയും വന്നു കഴിയുമ്പോൾ 50 മാർക്കാവും. പിന്നെ ആറാമത്തെ ടോപ്പിക്കായിട്ട് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതായത് എക്സൈസിലേക്കുള്ള പരീക്ഷയാണ് ഇതല്ലേ. സിവിൽ എക്സൈസ് ഓഫീസർ പ്ലസ് ഡ്രൈവറാണ്. അപ്പോൾ അതിനകത്ത് ഒരു 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് പണ്ടുതൊട്ടേ 2-3 വർഷമായിട്ട് ക്ലാസ്സുകൾ എടുത്തു വരുന്നതാണ്. അതിനൊരു 30 മാർക്കാണ് ഉള്ളത് കേട്ടോ. ഇതിൻ്റെ ക്ലാസ് എന്നുള്ളത് 30 മാർക്കിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബർ 1 മുതൽ പുതിയ ഈ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഡീറ്റെയിൽ ഒക്കെ ഉണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും. കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ സേവ് ചെയ്യുക. ടെലഗ്രാമിൽ മാത്രം മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ക്ലാസ്സിനെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലിൽ കയറിയിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽ കാണാം. ഇതിന് മുന്നേ അടുത്ത കോഴ്സ് എടുത്ത വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാം. അല്ലെങ്കിൽ ലിങ്ക് വർക്ക് ചെയ്യാത്തവർ ടെലഗ്രാം ആപ്ലിക്കേഷനിൽ ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്യുക കേട്ടോ. ഇതിൻ്റെ PDF-ഉം നമ്മുടെ ഈ ഒരു സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറുടെ PDF-ഉം ഇതിനകത്ത് ഷെയർ ചെയ്തേക്കാം. നിങ്ങൾക്ക് വേണ്ടവർക്ക് എടുത്തു നോക്കാവുന്നതാണ്. TCയുടെ സൈറ്റിൽ നിന്ന് കിട്ടും. പിന്നെ നിങ്ങൾക്ക് നെറ്റ് സെർച്ച് ചെയ്യാനും കിട്ടും. നമ്മൾ ഇതിനകത്ത് ഷെയർ ചെയ്തും തന്നേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഉള്ളത്. പിന്നെ നിങ്ങൾ PDF നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ സിലബസ് എടുക്കുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, മാത്സ്, ലഘുഗണിതം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്രയാണ് ഉള്ളത്. നിങ്ങൾക്ക് പോസ് ചെയ്ത് വെച്ച് ഒന്നിലേക്ക് കാണാം, അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽ കയറിയിട്ട് ഡ്രൈവർ എക്സാംസ് ക്രാക്കുന്ന ടെലഗ്രാം ചാനൽ കയറിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. PDF ഇതാണ് തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് കേട്ടോ. അത് 20 മാർക്കിനാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം വരുന്നതാണ് ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയ 30 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഇതിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒന്നിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയിട്ട് വായിച്ച് പഠിക്കാം. പിന്നെ അതിനകത്ത് ടെക്സ്റ്റ് ബുക്കുകളിൽ എല്ലാത്തിനകത്ത് അപ്ഡേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ചില ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ വീഡിയോ ക്ലാസ്സസ് ആയിട്ട്, റെക്കോർഡ് ക്ലാസ്സസ് ആയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. നമ്മൾ 3, 4, 5 കോഴ്സ് ഇതിന് മുന്നേ എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേറെ ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട. ടെലഗ്രാം ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് ഓരോ ടോപ്പിക്കും ഇതേ സബ് മോഡ്യൂൾ വെച്ചുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് എടുത്തു തരുന്നതാണ് കേട്ടോ. ഡിസംബർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡ്രൈവർ എക്സാംസ് ക്രാക്കർ ടെലഗ്രാം ചാനൽ സന്ദർശിക്കുക. കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നോക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പർ സേവ് ചെയ്യുക. ടെലഗ്രാമിൽ മാത്രം ഒരു മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ
നമുക്ക് ഈ ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പെയ്ഡ് ക്ലാസ് എടുക്കുന്നവർക്ക് ഈ ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തിരിക്കുക. ഇനി കൂടുതൽ ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ ഡ്രൈവർ എക്സാംസ് ക്രാക്കർ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, പുതിയതായിട്ട് കാണുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്ന് ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതാണ് ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്ന് തന്നെ നമ്മുടെ ചാനൽ. കോമൺ ആയിട്ട് ഉള്ള ചാനലാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവർ ഉദ്യോഗാർത്ഥികൾക്ക്, കോഴ്സ് ഡ്രൈവർ എക്സാം ഉദ്യോഗാർത്ഥികൾക്കും ഡ്രൈവർ കമോയിൽ പോലുള്ള പരീക്ഷകൾക്ക് യൂസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ചാനലാണിത്. ഇതിനകത്ത് ഓൾറെഡി ഞാനൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 2 ആഴ്ച മുന്നേ. അതുപോലെ തന്നെ പോലീസ് ഡ്രൈവറിനും ഫയർമാൻ ഡ്രൈവറിനും ഒക്കെ മുന്നേ അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകളെല്ലാം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഹൈക്കോടതി ഷോപ്പിൻ്റെ എല്ലാം നിങ്ങൾക്ക് ഇത് കയറി കണ്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. പുതിയ സിലബസ് വെച്ചുള്ള ക്ലാസ്സുകളൊക്കെയാണ് ഈ കിടക്കുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ട് പഠിക്കാവുന്നതാണ്. ഓൾറെഡി ഇതിനകത്ത് 1-2 വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് പുതിയ ചാനലിൽ ഈ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടു നോക്കുക. എന്നിട്ട് കൂടുതൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ നോക്കിയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഹായ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ ഡ്രൈവർ പരീക്ഷകളിൽ നിന്നും എടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഓപ്ഷൻസിൽ വരുന്ന റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടോ. 2025, 2024 കാലഘട്ടങ്ങളിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് PSC ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് തന്നെ നമുക്ക് നോക്കി വരാം ഈ ഒരു ക്ലാസ്സിൽ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂള് 137 ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. റൂള് 137 പ്രകാരമുള്ള ക്ലാസ് 2 ഹസാർഡ് സാധനങ്ങളിൽ താഴെ പറയുന്നതിൽ ഏതാണ് ഉൾപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റൂള് 137 ക്ലാസ് 2 ഹസാർഡ് വാഹനം, റൂള് 137 പറയുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഹസാർഡ് വാഹനങ്ങളുടെ ക്ലാസസിനെ പറ്റി, അതിനകത്ത് കൊണ്ടുവരുന്ന ഗുഡ്സുകളുടെ ക്ലാസസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ക്ലാസ് ഈ റൂള് 137 പറയുന്നത്. ഓക്കെ, അതിനകത്ത് ആ ക്ലാസ് 2 വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ സ്ഫോടക വസ്തുക്കൾ, ഓപ്ഷൻ ബി കംപ്രസ്ഡ് ഗ്യാസുകൾ, ഓപ്ഷൻ സി റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ, ഓപ്ഷൻ ഡി അമ്ലപ്രദായക ദ്രാവകങ്ങൾ എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്ലാസ് 2 വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്രസ്ഡ് ഗ്യാസുകളാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക, എന്ത് കംപ്രസ്ഡ് ഗ്യാസുകൾ എന്നുള്ളത്. ഓക്കെ, ഇനി ഈ കംപ്രസ്ഡ് ഗ്യാസുകളെ തന്നെ 3 പിന്നെയും തിരിച്ചിട്ടുണ്ട് കേട്ടോ. കംപ്രസ്ഡ് ഗ്യാസുകളെ ക്ലാസ് 2 എന്ത് ക്ലാസ് 2 കംപ്രസ്ഡ് ഗ്യാസുകൾ എന്നുള്ളത് ഹസാർഡ് വാഹനങ്ങളിൽ അതിനകത്ത് വരിക എന്ന് ഓർത്തിരിക്കുക. ഈ കംപ്രസ്ഡ് ഗ്യാസുകളെ തമ്മിൽ വീണ്ടും 3 എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. അതിനകത്ത് ഒന്നാമത്തേതാണ് നോൺ ഫ്ലെയിമബിൾ ഗ്യാസുകൾ അല്ലേ. നോൺ ഫ്ലെയിമബിൾ, അത് തീ പിടിക്കാൻ സാധ്യതയില്ലാത്ത ഗ്യാസുകൾ. രണ്ടാമത്തെ ഫ്ലെയിമബിൾ ആണ് വരുന്നത്. മൂന്നാമത്തെ പോയിസൺ ഗ്യാസസ് ആണ് വരുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഉത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്രസ്ഡ് ഗ്യാസുകൾ എന്നുള്ളതാണ് ക്ലാസ് 2 പറയുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതിനകത്ത് റൂള് 137 ക്ലാസ് 2 പറയുന്നത് കംപ്രസ്ഡ് ഗ്യാസുകൾ, അതിനെ തന്നെ 3 വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. നോൺ ഫ്ലെയിമബിൾ എന്നും ഫ്ലെയിമബിൾ എന്നും പോയിസൺ ഗ്യാസസും എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഓപ്ഷൻസിൽ വരുന്ന മറ്റ് 3 ഓപ്ഷനുകൾ നമുക്ക് നോക്കാം. സ്ഫോടക വസ്തുക്കൾ എന്ന് പറയുന്നത് റൂൾ 137 ഏത് ക്ലാസ്സിലാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലാസ് ഫസ്റ്റിലാണ് വരുന്നത് കേട്ടോ. ക്ലാസ് ഫസ്റ്റിലാണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ക്ലാസ് ഫസ്റ്റിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഫോടക വസ്തുക്കൾ എന്നുള്ളതാണെന്ന് ഓർത്തിരിക്കുക. ഇനി റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ എന്നുള്ള വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് 7 കേട്ടോ. ക്ലാസ് 7 റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ എന്നുള്ളത് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ദ്രാവകങ്ങളെ പറ്റി മെൻഷൻ ചെയ്യുന്നത് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് 3 കേട്ടോ. ക്ലാസ് 3 ദ്രാവകങ്ങളെ പറ്റി മെൻഷൻ ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. താഴെ പറയുന്ന മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷനുകളിൽ പ്രതി കുറ്റം ചെയ്താൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകാത്ത കുറ്റമുള്ള വകുപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ താഴെ പറയുന്നതിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത്
വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകാത്ത കുറ്റമുള്ള വകുപ്പ് എന്നാണ്. അപ്പോൾ നൽകുന്നതാണോ നൽകാത്തതാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നൽകാത്തത്, അപ്പോൾ അതിൻ്റെ അടിയിലൊന്ന് വരച്ചേക്കുക. 2 ഓപ്ഷൻ വായിച്ചു പോകുക. ഓപ്ഷൻ എ 184, ഓപ്ഷൻ ബി 185, ഓപ്ഷൻ സി 186, ഓപ്ഷൻ ഡി 197. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകാത്ത കുറ്റമുള്ള വകുപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഓപ്ഷൻ സി എന്താണ് പ്രതിപാദിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉറക്കം വരാൻ സാധ്യതയുള്ള മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ എന്നുള്ളത് 185 വരുന്നത്. 185 മദ്യം മയക്കുമരുന്ന് എന്നുള്ളത് വരുന്നത്. 186 ഉറക്കം വരാൻ സാധ്യതയുള്ള വസ്തുക്കൾ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക, അതുപോലെ തന്നെ മാനസികമായോ, അങ്ങനെ ഒരു പോയിന്റ് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. മാനസികമായോ ശാരീരികമായോ നമുക്ക് വയ്യാതെ ഇരിക്കുന്ന സമയത്ത് വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 176 പ്രകാരം അത് കുറ്റകരമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. എന്ത് മാനസികമായോ ശാരീരികമായോ വയ്യാത്തപ്പോൾ വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 186 പ്രകാരം കുറ്റമാണ് എന്ന് ഓർത്തിരിക്കുക. എന്നാൽ അത് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പര്യാപ്തമായ കുറ്റമല്ല എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ 186 വരുന്നതാണ് ആദ്യം പറഞ്ഞ മറ്റേ ഉറക്കം വരാൻ സാധ്യതയുള്ള മരുന്നുകൾ കഴിച്ചതിന് ശേഷം വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിലും, അത് അറിവോടെ കൂടി കഴിച്ചിട്ട് വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു 186 ഉള്ളിൽ തന്നെ വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഓപ്ഷനിൽ 3 ഓപ്ഷൻസ് വേറെ തന്നിട്ടുണ്ട് അല്ലേ. 184, 155, 197 എന്നുള്ളത്. അതിനകത്ത് 184 എന്താണ് പറയുന്നത്? സെക്ഷൻ 184 പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാഷ് ഡ്രൈവിങ്ങിനെ പറ്റിയാണ് കേട്ടോ. റാഷ് ഡ്രൈവിങ്, ഈ റാഷ് ഡ്രൈവിങ്ങിനെ പറ്റി പ്രതിപാദിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വകുപ്പ് 184 ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഈ 184 റാഷ് ഡ്രൈവിങ്ങിൽ ഉൾപ്പെടുന്നതാണ്. എന്ത് റാഷ് ഡ്രൈവിങ്ങിന് ഒരു ഉദാഹരണം ഏതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? റെഡ് ലൈറ്റ് ജമ്പിങ് അല്ലേ. റെഡ് ലൈറ്റ് ജമ്പിങ് എന്ന് പറയാം. അതായത് ട്രാഫിക് സിഗ്നലിൽ റെഡ് ലൈറ്റ് ഓണായി കിടക്കുവാണെങ്കിൽ ആ റെഡ് ലൈറ്റ് മറികടന്ന് പോയിട്ടുണ്ടെങ്കിൽ അല്ലേ, റെഡ് ലൈറ്റ് ജമ്പിങ്, റെഡ് ലൈറ്റ് മറികടന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പര്യാപ്തമായ കുറ്റമാണ് എന്ന് ഓർത്തിരിക്കുക. 184 വരുന്നതാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ അല്ലേ, മൊബൈൽ ഫോണിന്റെ യൂസേജും ഈ പറയുന്ന 184 സെക്ഷനിൽ വരുന്നതാണ്. മൊബൈൽ ഫോണിന്റെ യൂസേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്? ഹാൻഡ് ഹെൽഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഹാൻഡ് ഹെൽഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, കയ്യിൽ പിടിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നത് കുറ്റകരമാണെന്ന് ഓർത്തിരിക്കുക. എന്നാൽ മൊബൈൽ ഫോൺ എങ്ങനെ യൂസ് ചെയ്യാം? കയ്യിൽ പിടിക്കാതെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം കേട്ടോ. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അത് കുറ്റകരമല്ലാതാവുന്നത് എങ്ങനെയാണെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അതിന് ഉത്തരം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് നാവിഗേഷനായിട്ട് ഗൂഗിൾ മാപ്പ് ഒക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ, അത് മൊബൈൽ കയ്യിൽ പിടിക്കാതെ റൂട്ട് നാവിഗേഷനായിട്ട് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് കുറ്റകരമല്ലെന്ന് ഓർത്തിരിക്കുക. ഹാൻഡ് ഹെൽഡ് ആയിട്ട് ലൗഡ് സ്പീക്കറിൽ സംസാരിച്ചാലും കുറ്റകരമല്ലെന്ന് ഓർത്തിരിക്കുക. കയ്യിൽ പിടിക്കാതെ അല്ലാതെ ബ്ലൂടൂത്ത് വഴിയൊക്കെ സംസാരിച്ച കുറ്റകരമല്ലെന്ന് ഓർത്തിരിക്കുക കേട്ടോ. കൈ പിടിച്ച് സംസാരിച്ചത് കുറ്റകരമാണ്. പിന്നെ പോക്കറ്റിൽ മൊബൈൽ ഫോൺ ഇട്ടുകൊണ്ട് സഞ്ചരിക്കുന്നത് ഓപ്ഷനിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ. പോക്കറ്റിൽ മൊബൈൽ ഫോൺ ഇട്ടുകൊണ്ട് സഞ്ചരിക്കുന്നതൊന്നും കുറ്റകരമല്ലെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം അടുത്ത ഒരു ഓപ്ഷൻ നോക്കാം. 185 എന്താണ് ഇവിടെ പ്രതിപാദിക്കുന്നത്? 185 പ്രതിപാദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുക അല്ലെ. മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ ഈടാക്കുന്ന വകുപ്പാണ് 185. അതുപോലെ തന്നെ വേറെ ടൈം വരുന്നതാണ് അതിനകത്ത് ലഹരി അല്ലെ. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് 185 കുറ്റകരമായിട്ട് വരുന്നതാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത 197 വകുപ്പ്. 197 വകുപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാഹനത്തിന്റെ ഉടമസ്ഥന്റെയോ അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ അംഗീകൃത കസ്റ്റോഡിയന്റെയോ സമ്മതമില്ലാതെ വാഹനം എടുത്ത് ഓടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ 197 വകുപ്പ് പ്രകാരം കുറ്റകരമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതാണ് ഇതിന്റെ ബാക്കി 4 ഓപ്ഷനുകളിൽ വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് സെക്ഷൻ 186 ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകാത്ത വകുപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 186 ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ,
ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കുന്ന ആൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ഏത് വകുപ്പിലാണ് പറയുന്നത്, അല്ലെ ഏത് സെക്ഷനിലാണ് പറയുന്നത് ഓർത്തിരിക്കുക കേട്ടോ. 177 അതിന്റെ ഉത്തരമായിട്ട് വരിക എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കുന്ന ആൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് പറയുന്ന കോമൺ ആയിട്ട് പറയുന്ന വകുപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ജനറൽ പ്രൊവിഷൻസിനെ പറ്റി പറയുന്ന മോട്ടോർ വാഹന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 177 ഇവിടെ ഉത്തരമായിട്ട് വരിക എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ബാക്കി സെക്ഷനുകൾ നമുക്ക് നോക്കാം. ബാക്കി സെക്ഷനുകൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ഒരെണ്ണം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 185 മദ്യപിച്ചോ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുക കുറ്റകരമാണെന്ന് പറഞ്ഞാൽ 185. ഇനി സെക്ഷൻ 129 വകുപ്പ് 129 വകുപ്പ് 183 എന്താണെന്ന് നോക്കാം. വകുപ്പ് 129 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ് ഗിയർ, പ്രോപ്പർ ആയിട്ടുള്ള ഹെഡ് ഗിയർ ധരിക്കാതെ ഒരു മോട്ടോർ വാഹനവും നിരത്തിൽ ഓടിക്കരുത് എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 129 എന്ന് ഓർത്തിരിക്കുക കേട്ടോ. 129 എന്താണ്? ഹെഡ് ഗിയറിനെ പറ്റി പറയുന്നു. ഹെഡ് ഗിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹെൽമെറ്റ് കേട്ടോ. ഹെൽമെറ്റിനാണ് പറയുന്നത് ഹെഡ് ഗിയർ എന്ന് പറയുന്നത്. ഈ ഹെഡ് ഗിയർ എന്ന് പറയുന്നത് രണ്ടുപേരും അല്ലെ, ഒരു മോട്ടോർ സൈക്കിളിൽ പരമാവധി എത്ര ആൾക്കാർക്ക് സഞ്ചരിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി 2 പേഴ്സൺസിനാണ് സഞ്ചരിക്കാവുന്നതെന്ന് ഓർത്തിരിക്കുക. പ്രായപൂർത്തിയായ 2 ആൾക്കാർക്കാണ് മോട്ടോർ വാഹനങ്ങളിൽ സഞ്ചരിക്കാവുള്ളതെന്ന് ഓർത്തിരിക്കുക. ഈ 2 പേരും ഡ്രൈവറും കോ പാസഞ്ചറും ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ള നിർബന്ധമാണ് അല്ലെ. ഇനി ഈ ഹെൽമെറ്റ് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഹെഡ് ഗിയർ എന്ന് പറയുന്ന സംഭവം ഇത് കുട്ടികൾ വാഹനത്തിൽ സഞ്ചരിക്കുന്നുണ്ട് എന്ന് ചോദിക്കുക. എത്ര വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഹെൽമെറ്റ് നിർബന്ധമാക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 വയസ്സ് കേട്ടോ. 4 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും ഹെൽമെറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി മോട്ടോർ വാഹനവുമായി ബന്ധപ്പെട്ട് മെയിനായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ പറയണേ എന്ത് പറയാം ചോദിക്കുന്നുള്ളതാണ്. മോട്ടോർ വാഹനത്തിലെ കേരളത്തിലെ നിരത്തുകളിൽ പ്രത്യേകിച്ച് ഓർക്കണം, കേരളത്തിലെ നിരത്തുകളിലെ ഏറ്റവും കൂടിയ വേഗപരിധി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോർ വാഹനങ്ങളുടെ കേരളത്തിലെ മോട്ടോർ വാഹനങ്ങളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുചക്ര മോട്ടോർ വാഹനങ്ങളുടെ കേട്ടോ. അങ്ങനെ മോട്ടോർ വാഹനങ്ങളുടെ എന്നല്ല, മോട്ടോർ വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്, വേറെയൊക്കെ ഉണ്ട്. അപ്പോൾ മോട്ടോർ കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LMV വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോട്ടോർ കാറിന്റെ ഏറ്റവും കൂടിയ വേഗപരിധി കേരളത്തിലെ റോഡുകൾ എത്രയാണെന്ന് വെച്ചാൽ 110 കിലോമീറ്ററാണ് അല്ലെ, 6 വരി പാതയിലൊക്കെ വരുമ്പോൾ. ഇത് ഇരുചക്ര വാഹനം ഹെഡ് ഗിയറുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇരുചക്ര വാഹനങ്ങളുടെ ടൂ വീലർ മോട്ടോർ വെഹിക്കിളുകളുടെ കേരളത്തിലെ ഏറ്റവും മാക്സിമം വേഗപരിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60 km/h ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. 60 km/h ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഈ പറയുന്ന 60 km/h എന്ന് പറയുന്നത് കുട്ടികളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിൽഡ്രൻസ് വാഹനത്തിലുണ്ടെങ്കിൽ മാക്സിമം വേഗപരിധി എന്നുള്ളത് 40 km/h കൂടാൻ പാടില്ല എന്നും ഓർത്തിരിക്കുക കേട്ടോ. കുട്ടികളുടെ വാഹനത്തിലുണ്ടെങ്കിൽ മാക്സിമം ഇരുചക്ര വാഹനങ്ങളുടെ വേഗപരിധി എവിടെ ആയിരുന്നാലും 40 km കൂടുതൽ ആവാനും പറ്റില്ല എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഒരു വകുപ്പ് പറയുന്നതാണ് വകുപ്പ് 183 അല്ലെ. വകുപ്പ് 183 എന്തിനെ പറ്റി പ്രതിപാദിക്കുന്നതാണ്? 183 പ്രതിപാദിക്കുന്ന വേറെ സെക്ഷനിൽ എഴുതാം. വകുപ്പ് 183 പ്രതിപാദിക്കുന്നത് ഓവർ സ്പീഡ്. എന്താണ്? ഓവർ സ്പീഡിനെ പറ്റി പ്രതിപാദിക്കുന്നതാണ് വകുപ്പ് 183 എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓവർ സ്പീഡിന് ഫൈൻ ഈടാക്കുന്ന വകുപ്പാണ് വകുപ്പ് 183 എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, എന്നാൽ ഓവർ സ്പീഡ് പാടില്ല എന്ന് പറയുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 112 കേട്ടോ. അത് തിരിഞ്ഞു പോലെ ഓവർ സ്പീഡ് പാടില്ല എന്ന് പറയുന്ന വകുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വാഹനങ്ങളും ഓരോ തരം റോഡുകളിൽ ഇത്ര വേഗപരിധി എന്ന് പറഞ്ഞ് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ആ നിശ്ചയിച്ച വേഗപരിധിയിൽ കൂടുതൽ പോകാൻ പാടില്ല എന്ന് പറയുന്ന 112. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന് ഫൈൻ ഈടാക്കുന്ന വകുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 183 ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരവും അതിൻ്റെ ബാക്കി ഓപ്ഷനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത് മോട്ടോർ വാഹന നിയമപ്രകാരം ഇൻഷുറൻസ് ഇല്ലാതെ ഒരു വാഹനം ഓടിച്ച് ആദ്യ തവണ പിടിക്കപ്പെട്ടാൽ കിട്ടുന്ന പരമാവധി ശിക്ഷ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ആദ്യ തവണത്തെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിലുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ്. 3 മാസം തടവും അല്ലെങ്കിൽ 2000 രൂപ പിഴ, അല്ലെങ്കിൽ ഇവ രണ്ടും അല്ലെ. ഒന്നില്ലേ 3 മാസം തടവായിട്ട് ലഭിക്കാം, അല്ലെങ്കിൽ 2000 രൂപ പിഴത്തുകയായിട്ട് മാത്രം ലഭിക്കാം, അല്ലെങ്കിൽ ബോത്ത്, ഇത് രണ്ടുമായിട്ടും ലഭിക്കാമെന്ന് ഓർത്തിരിക്കുക. ഇങ്ങനെ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് ഓർത്തിരിക്കുക. ഇനി ആദ്യത്തെ തവണയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ തവണയാണെന്ന് വെച്ചാൽ
വയ്ക്കുക. സെക്കൻഡ് ടൈം ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. രണ്ടാമത്തെ തവണ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മാസത്തിൻ്റെ കേസിൽ ഡിഫറൻസ് ഇല്ല, വ്യത്യാസമില്ല. 3 മാസം തന്നെയാണ് തടവ് ശിക്ഷ എന്ന് ഓർത്തിരിക്കുക. 2000 രൂപ എന്നുള്ളത് എങ്ങനെയായിട്ട് വർദ്ധിക്കും? 4000 രൂപയായിട്ട് വർദ്ധിക്കും എന്ന് ഓർത്തിരിക്കുക. രണ്ടാമതും പിടിക്കപ്പെട്ടാൽ 3 മാസം തടവോ 2000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇനി രണ്ടും കൂടിയോ ലഭിക്കാമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. എങ്ങനെ? സെക്കൻഡ് ടൈമിലെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ 2 ഫാക്റ്റും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കാം. ഒരു മോട്ടോർ വാഹനവും ഇൻഷുറൻസ് എടുക്കാതെ, എങ്ങനെ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും എടുക്കാതെ നിരത്തിൽ ഓടിക്കരുത് എന്ന് പറയുന്ന മോട്ടോർ വാഹന വകുപ്പ് അഥവാ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 146 ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സെക്ഷൻ 146 ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഈ സെക്ഷൻ 146ൻ്റെ വകുപ്പിന് ലംഘനമായിട്ട് ഇൻഷുറൻസ് എടുക്കാതെ ഒരു മോട്ടോർ വാഹനം നിരത്തിൽ ഓടിച്ചതായിട്ട് കണ്ടെത്തിയാൽ പിഴശിക്ഷ ഈടാക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുകളിൽ പറയുന്നത് പോലെ പിഴശിക്ഷ 3 മാസം അല്ലെങ്കിൽ 2000 രൂപ ആദ്യ തവണ എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ ഈടാക്കുന്ന വകുപ്പ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 196 പ്രകാരമാണെന്നും കൂടെ ഒന്ന് ഓർത്തിരുന്നേക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുക. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ ബാഗിൽ കാണുന്ന SRS എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, എന്താണ് SRS എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒന്നുമില്ല, സംഭവം SRSൻ്റെ ഫുൾ ഫോം ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. SRS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്ലിമെൻ്ററി റെസ്ട്രെയിൻഡ് സിസ്റ്റം എന്നുള്ളതാണ് കേട്ടോ. സപ്ലിമെൻ്ററി റെസ്ട്രെയിൻഡ് സിസ്റ്റം. ഓക്കെ, ഇതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്ലിമെൻ്ററി റെസ്ട്രെയിൻഡ് സിസ്റ്റം എന്നുള്ളതാണ് കേട്ടോ. സപ്ലിമെൻ്ററി റെസ്ട്രെയിൻഡ് സിസ്റ്റം എന്നുള്ളതാണ്. അതായത് ഈ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സപ്ലിമെൻ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് എയർ ബാഗ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക, സപ്ലിമെൻ്ററി റെസ്ട്രെയിൻഡ് സിസ്റ്റം എന്നുള്ളത്. ഈ SRS എയർ ബാഗുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SRS എയർ ബാഗുകൾ എപ്പോഴാണ് വർക്ക് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സീറ്റ് ബെൽറ്റിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുക എന്ന് ഓർത്തിരിക്കുക കേട്ടോ. സീറ്റ് ബെൽറ്റ്. ഓക്കെ, SRS എയർ ബാഗുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SRS എയർ ബാഗുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു സപ്ലിമെൻ്ററി റെസ്ട്രെയിൻഡ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. ഈ SRS എയർ ബാഗുകൾ സീറ്റ് ബെൽറ്റുകളോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതായത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലേ SRS എയർ ബാഗുകൾ വർക്ക് ചെയ്യുകയുള്ളൂ ഒന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അങ്ങനെ അത് യൂസ് ചെയ്യാവുള്ളൂ എന്നും പറയാം. അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ ബാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഫിഗറിൽ കാണുന്ന പോലെ എയർ ബാഗ് പെട്ടെന്ന് തന്നെ ആ വാഹനത്തിൻ്റെ ഉള്ളിലെ സെൻസറുകൾ അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് എയർ ബാഗിനെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് തള്ളും. അപ്പോൾ ഈ പുറത്തേക്ക് തള്ളുന്ന സമയത്ത് ഇവിടെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഇങ്ങോട്ട് എയർ ബാഗിലേക്ക് ചെന്ന് ഇടിക്കാനായിട്ടും സാധിക്കും അല്ലെ. എയർ ബാഗ് ഇങ്ങോട്ട് വരുന്ന പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ പ്രഷറാണ്. അപ്പോൾ വാഹന ആക്സിഡന്റ് നടക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ വ്യക്തികൾ അങ്ങോട്ട് എയർ ബാഗിലേക്ക് ചെന്ന് ഇടിച്ച് തന്നെ ഏറ്റവും വലിയ അപകടം വ്യക്തികൾക്ക് തലയ്ക്കും അതുപോലെ നെഞ്ചത്തൊക്കെ സംഭവിക്കാൻ, മറ്റ് ശരീരഭാഗങ്ങളിലൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് SRS എയർ ബാഗുകളെ സപ്ലിമെൻ്ററി റെസ്ട്രെയിൻഡ് സിസ്റ്റം എന്ന് പറയുന്നതും SRS എയർ ബാഗുകൾ സീറ്റ് ബെൽറ്റിൻ്റെ കൂടെ പ്രവർത്തിപ്പിക്കാവുള്ളൂ എന്ന് പറയുന്നതും, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ SRS എയർ ബാഗുകൾ പ്രവർത്തിക്കുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാരണം അല്ലേ. അപ്പം സീറ്റ് ബെൽറ്റ് ഇട്ട് മാത്രമേ വാഹനം ഓടിക്കാവുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടിയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും മനസ്സിലാവുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മുടെ PSC പരീക്ഷകളിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ചോദ്യം കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പഠിച്ചിരിക്കാം. ഓക്കെ, ഇതുപോലെ ഒരു ഫിഗർ തന്നിട്ട് അല്ലെ, ഒരു പടം തന്നിട്ട് താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫിഗർ ഒന്ന് ഓർത്തിരുന്നേക്കോ. ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ ബാഗിൻ്റെ വാണിങ്ങിനെ പറ്റിയാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. എയർ ബാഗിൻ്റെ വാണിങ്ങിനെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാണിക്കുന്ന ഒരു സിഗ്നലാണെന്ന് ഓർത്തിരിക്കുക. അത് എയർ ബാഗ് വാണിംഗ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഈ ഒരു ചോദ്യം ഇതിൻ്റെ ഉത്തരവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് SRS എയർ ബാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്ലിമെൻ്ററി റെസ്ട്രെയിൻഡ് സിസ്റ്റം എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഈ രണ്ടാമത് ക്ലാസ് കാണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ക്ലാസ്സിന് സ്പീഡ് കുറവാണെന്ന് തോന്നുന്ന ആൾക്കാരോ വേണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിലാണ് ക്ലാസ് കാണുന്നതെങ്കിൽ സ്പീഡ് 1.25 എന്ന് പറഞ്ഞുകൊണ്ട് ഇൻക്രീസ് ചെയ്ത് ഇടാൻ കേട്ടോ ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് നിന്ന് ഓർത്തിരിക്കുക. ഓക്കെ.
ഇനി നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡ്രൈവർ പാർട്ട് ക്ലാസ്സുകൾ ടെലഗ്രാം ചാനൽ വഴി അവൈലബിൾ ആണ് കേട്ടോ. വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളാണ്, ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് വീഡിയോ മോക്ക് ടെസ്റ്റുകളായിട്ടും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഏകദേശം ഒരു 20ഓളം വീഡിയോ മോക്ക് ടെസ്റ്റുകളും 40ഓളം ക്ലാസ്സുകളും ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകൾ മാത്രമായിട്ടും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ മാത്രം മതി എന്നുള്ളവർക്ക് മോക്ക് ടെസ്റ്റുകളായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണെന്ന് ഓർത്തിരിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ കാണാനായിട്ട് സാധിക്കുന്നതാണെന്ന് ഓർത്തിരിക്കുക. അവിടെ നമുക്ക് ഒരു നമ്പർ കിട്ടും. ആ നമ്പറിൽ സേവ് ചെയ്തിട്ട് ടെലഗ്രാമിൽ മാത്രമേ എനിക്ക് മെസ്സേജ് അയക്കാൻ മതി കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്നുള്ളതാണ്. ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെയാണ്. ടെലഗ്രാമിൽ അങ്ങനെ ഷെയർ ചെയ്യേണ്ടതിൽ ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്ന ടെലഗ്രാം ചാനലും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതിനകത്തും കുറച്ച് PDF-കൾ, നോട്ട്സുകളുടെ നോട്ടിഫിക്കേഷനുകൾ, നിങ്ങൾക്ക് വേണ്ട കുറച്ച് PDF-കൾ, പിന്നെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോഴുള്ള ഡീറ്റെയിലുകൾ, കുറച്ച് മോക്ക് ടെസ്റ്റിൻ്റെ പോളുകൾ, നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിലുകൾ, ഇതിന് മുന്നേ എടുത്ത വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളെല്ലാം അതിനകത്തും ഉണ്ടാകുമെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, എന്തെങ്കിലും പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ അറിയുന്ന മുറയ്ക്ക് അതിനകത്ത് ഷെയർ ചെയ്ത് തരാനും ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇടയ്ക്കൊന്ന് പറഞ്ഞു തന്നുള്ളൂ, അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയാലും. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ പരമാവധി അനുവദനീയമായ GVW എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ LMV വാഹനങ്ങളുടെ പരമാവധി അനുവദനീയമായ GVW എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7500 കിലോഗ്രാം ആണ് കേട്ടോ. 7500 കിലോഗ്രാം. ഇനി സാധാരണഗതിയിൽ ചോദിച്ച് വരുന്നതാണ് LMV വാഹനങ്ങളുടെ. LMV എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നുള്ളതാണ് കേട്ടോ. LMV എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് എന്നുള്ളതാണ് കേട്ടോ. വെഹിക്കിൾസ് എന്നുള്ളതാണ് LMVയുടെ ഫുൾ ഫോം എന്ന് ഓർത്തിരിക്കുക. അത് LDV എന്നും പറയാറുണ്ട് കേട്ടോ. LDV എന്നും പറയാറുണ്ട്. LDV എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾസ് എന്നുള്ളതാണ് കേട്ടോ. ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾസ്. LMVയുടെ LDVയുടെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇതാണ് 7500 കിലോഗ്രാമിൽ താഴെയാണ് ഗ്രോസ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. വെയിറ്റ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, LMVയുടെ കാര്യം വരുവാണ് മെയിൻ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നുള്ളത് എന്ന് ഓർത്തിരിക്കുക. നമുക്ക് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ മീഡിയം മോട്ടോർ വാഹനങ്ങളുടെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട് അല്ലേ. മീഡിയം മോട്ടോർ വാഹനങ്ങളുടെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7500 കിലോഗ്രാമിനും 12000 കിലോഗ്രാമിനും ഇടയിൽ വരുന്ന 12000 കിലോഗ്രാമിനും ഇടയിൽ വരുന്ന മോട്ടോർ വാഹനങ്ങളാണ് എന്ത് മീഡിയം മോട്ടോർ വെഹിക്കിൾസ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. മീഡിയം മോട്ടോർ വെഹിക്കിൾസ്. ഈ 12000 കിലോഗ്രാമിന് മുകളിലേക്ക് ഉള്ള മോട്ടോർ വാഹനങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി മോട്ടോർ വെഹിക്കിൾസ് എന്നാണ് അറിയപ്പെടുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മെയിനായിട്ട് ഇതിനകത്തുനിന്ന് ഓർത്തിരുന്നാൽ മതി. ഇതാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഇനി ഓപ്ഷനിൽ ഒരു 3000 കിലോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഈ ക്ലാസിഫിക്കേഷനിൽ വരുന്നില്ല. പിന്നെ 3000 കിലോഗ്രാമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഓർത്തിരിക്കാം. ഒരു പോയിന്റ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3000 കിലോഗ്രാമിൽ താഴെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഉള്ള വാഹനങ്ങൾക്ക് എന്താവശ്യമില്ല, പെർമിറ്റ് ആവശ്യമില്ല എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ കോമൺ ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുവാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വയസ്സാണ്? 20 വയസ്സാണ് കേട്ടോ. ഉത്തരം 20 വയസ്സ് എന്നുള്ളതാണ്. ഓക്കെ, ഹെവി ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ക്ലാസിഫൈ ചെയ്തായിരുന്നു കൊടുത്തിരുന്നത്. HDV അല്ലെങ്കിൽ HGV അല്ലെങ്കിൽ HPMV അല്ലെങ്കിൽ HGMV എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ട്രാൻസ് എന്ന് പറയുന്ന ഒരു ഒറ്റ ഇതായിട്ടാണ് കേട്ടോ. ട്രാൻസ് എന്ന് പറയുന്ന ഒരു ഒറ്റ ഇതായിട്ടാണ് ഇതിനെല്ലാത്തിനെയും കൂടെ ക്ലാസിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഈ ട്രാൻസ് എന്നുള്ളതായിരിക്കും ഇപ്പോൾ ലൈസൻസ് എടുത്ത ആൾക്കാരുടെയൊക്കെ ഡ്രൈവിംഗ് ലൈസൻസിന് കാണുന്നതെന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ ഫുൾ ഫോം വേണമെങ്കിൽ ഓർത്തിരിക്കുക. HDV എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ, HMV എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി മോട്ടോർ വെഹിക്കിൾസ്, ഹെവി ഡ്യൂട്ടി മോട്ടോർ വെഹിക്കിൾസും ഹെവി ഗുഡ്സ് മോട്ടോർ വെഹിക്കിൾസും. പിന്നെ HPMV എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾസും, HGMV എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി ഗുഡ്സ് മോട്ടോർ വെഹിക്കിൾസും ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ല, ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുവാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി എത്ര ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 20 വയസ്സെന്ന് ഓർത്തിരിക്കുക. ഇനി സാധാരണഗതിയിൽ നമുക്കൊരു മോട്ടോർ സൈക്കിളിൻ്റെ വിത്ത് ഗിയറിൻ്റെ അല്ലെങ്കിൽ ഒരു LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിൻ്റെ ഒക്കെ LMV വാഹനങ്ങൾക്ക് ഇപ്പോൾ ബാഡ്ജ് വേണ്ട കേട്ടോ, ബാഡ്ജ് വേണ്ട എന്ന് ഓർത്തിരിക്കുക. LMV വാഹനങ്ങൾക്ക് ഓർത്തിരിക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ള അത് മിക്കപ്പോഴും ഇപ്പോഴും ഡൗട്ട്സ് കൺഫ്യൂഷനായിട്ട് പുതിയ പിള്ളേർ അപ്ലൈ ചെയ്യാൻ വരുമ്പോൾ ചോദിക്കുന്നതാണ് ബാഡ്ജ് വേണോ എന്നുള്ളത്. ബാഡ്ജ് വേണ്ട എന്ന് ഓർത്തിരിക്കുക കേട്ടോ. LMV വാഹനങ്ങൾക്ക് ബാഡ്ജ് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം LMV വാഹനങ്ങൾക്ക് എന്താണ് പറഞ്ഞത്? LMV വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 18 വയസ്സ് അല്ലേ, 18 വയസ്സാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി സാധാരണഗതിയിൽ ഏറ്റവും വയസ്സ് എത്രയാണ് കുറഞ്ഞത്? ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായപരിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 18 വയസ്സാണെന്നുള്ള എന്നുള്ളത് ശരിയാണെന്ന് ഓർത്തിരിക്കുക. എന്നാൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുക കേട്ടോ. ക്വസ്റ്റ്യനകത്ത് ചിലപ്പം ഈ 16 വയസ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉത്തരം കാണാറുണ്ട്. എങ്ങനെയാണ് 16 വയസ്സ് എന്നുള്ളത് ഉത്തരമായിട്ട് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 cc കുറഞ്ഞ 50 ക്യൂബിക് കപ്പാസിറ്റിയിൽ കുറഞ്ഞ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നതിന് ഉള്ള ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായപരിധി എന്ന് വെച്ചാൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എടുക്കാമെന്ന് ഓർത്തിരിക്കുക. അങ്ങനെ രക്ഷകർത്താവിൻ്റെ സമ്മതത്തോടു കൂടി 16 വയസ്സ് തികഞ്ഞ കുട്ടികൾക്കും എടുക്കാമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാനുള്ള കാര്യമാണ്. ഇതിൻ്റെ വാലിഡിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 ഡേയ്സ് ഗ്രേസ് പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 30 ഡേയ്സ് ഗ്രേസ് പീരീഡ് ഒന്നും ഇല്ല എന്ന് ഓർത്തിരിക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് ഇന്നിപ്പോൾ കട്ടായിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ അതിന് വാലിഡിറ്റി ഇല്ല എന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ ഒരു വർഷം മുന്നേ തന്നെ പുതുക്കുന്നതിനായിട്ട് അപേക്ഷിക്കാമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസുകളുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ബാഡ്ജോട് കൂടിയ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലേ, ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയാം. ഈ ഹെവി ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാലിഡിറ്റി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് വാലിഡിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ഇയർ ആണ് കേട്ടോ. നേരത്തെ ഇത് 3 വർഷമായിരുന്നു, ഇപ്പോൾ അത് 5 വർഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട് അല്ലേ. അതുപോലെ ഹസാഡ് എക്സ്പ്ലോസീവ് കണ്ടൻസ് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഓടിക്കുന്നതിനായിട്ടുള്ള പ്രത്യേക ട്രെയിനിങ് ഒക്കെ ലഭിച്ച് ഓടിക്കുന്നതാണ് ഹസാഡ് വാഹനങ്ങൾ. അതിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വാലിഡിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 വർഷത്തേക്കുമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. താഴെ പറയുന്നതിൽ IC എഞ്ചിൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. IC എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? IC എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ അല്ലേ, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനാണ് IC എഞ്ചിൻ. ഈ IC എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തർദഹന എഞ്ചിൻ എന്ന് പറയും. അതായത് ജ്വലനം ഉള്ളിൽ നടക്കുന്ന എഞ്ചിനുകളെയാണ് IC എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ താഴെ പറയുന്നതിൽ IC എഞ്ചിൻ അല്ലാത്തത് ഏത്? അപ്പോൾ IC എഞ്ചിൻ എന്താണെന്ന് അറിയാമെങ്കിലാണ് ഇതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ IC എഞ്ചിൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ IC എഞ്ചിൻ അല്ലാത്തത് ഏതാണെന്നാണ് താഴെ തന്നിരിക്കുന്നത് കേട്ടോ, താഴെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, സ്റ്റീം എഞ്ചിൻ, 2 സ്ട്രോക്ക് എഞ്ചിൻ എന്നൊക്കെയാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ IC എഞ്ചിൻ ഇതിനകത്ത് അല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീം എഞ്ചിനാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. അതായത് നീരാവി എഞ്ചിൻ അല്ലെ, സ്റ്റീം എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീരാവി എഞ്ചിൻ. ഈ പടത്തിൽ രണ്ടാമതായിട്ട് കാണുന്നതാണ് സ്റ്റീം എഞ്ചിൻ എന്ന് ഓർത്തിരിക്കുക. ഇതിനകത്ത് ജ്വലനം നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്താണെന്ന് ഓർത്തിരിക്കുക കേട്ടോ, പുറത്താണെന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം ഒരു പിസ്റ്റന്റെ ചലനം കൊണ്ടാണ് ഈ വാഹനത്തെ, ഈ എഞ്ചിനെ ചലിപ്പിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സ്റ്റീം എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന തീവണ്ടി എഞ്ചിനൊക്കെ അതിനൊരു ഉദാഹരണമായിട്ട് എടുക്കാം അല്ലേ. അപ്പം IC എഞ്ചിന് അല്ലാത്ത ഉദാഹരണമല്ലാത്ത അല്ലെങ്കിൽ IC എഞ്ചിൻ അല്ലാത്ത ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീം എഞ്ചിൻ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ സ്റ്റീം എഞ്ചിൻ എന്തായിരിക്കും? IC എഞ്ചിൻ അല്ലെങ്കിൽ EC എഞ്ചിൻ. എന്താണത്? സ്റ്റീം എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ EC എഞ്ചിൻ ആണെന്ന് ഓർത്തിരിക്കുക. EC എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് ഓർത്തിരിക്കുക. ജ്വലനം പുറത്ത് തിറക്കുന്ന അന്തർജ്വലന എഞ്ചിനാണ് സ്റ്റീം എഞ്ചിൻ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കി ഓപ്ഷനുള്ളതൊക്കെ നോക്കിക്കേ. ബാക്കി പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, 2 സ്ട്രോക്ക് എഞ്ചിൻ, ഈ മൂന്നും വേറെ ഓപ്ഷനിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തായിരിക്കും? ഇന്റേണൽ കംപ്രഷൻ എഞ്ചിനുകളാണ് അല്ലെ. ഇന്റേണൽ കംപ്രഷൻ എഞ്ചിനുകളാണ് പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, 2 സ്ട്രോക്ക് എഞ്ചിൻ എന്നൊക്കെ ഉള്ളതെന്ന് നമുക്ക് പറയാം. മെയിൻ ആയിട്ട് ഇന്റേണൽ കംപ്രഷൻ എഞ്ചിനുകളെ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SI എഞ്ചിൻ എന്നും CI എഞ്ചിൻ എന്നും പറയാം. കൺഫ്യൂഷൻ വേണ്ട. ഇത് IC ഇന്റേണൽ കംപ്രഷൻ എഞ്ചിൻ, ഇത് CI എഞ്ചിൻ കേട്ടോ.
അപ്പൊ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ ആയിട്ട് ജ്വലനം നടക്കുന്ന എഞ്ചിനുകളെ SI എഞ്ചിനും CI എഞ്ചിനും വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. SI എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ എന്നുള്ളതാണ് കേട്ടോ. സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ. CI എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കംപ്രസ്ഡ് ഇഗ്നീഷൻ എഞ്ചിൻ. എന്താണ്? കംപ്രസ്ഡ് ഇഗ്നീഷൻ എഞ്ചിൻ എന്നുള്ളതാണ് കേട്ടോ. ഇഗ്നീഷൻ എഞ്ചിൻ എന്നുള്ളതാണ്. ഈ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ ഒരു ഉദാഹരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഉദാഹരണമായിട്ട് പറയാം പെട്രോൾ എഞ്ചിൻ അല്ലെ. പെട്രോൾ എഞ്ചിൻ എന്നുള്ളത് സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിന് ഉദാഹരണമാണെന്ന് പറയാം. കോമൺ ആയിട്ട് കേട്ടോ, അഡ്വാൻസ്ഡ് വാഹനങ്ങളിലേക്ക് ചിന്തിക്കേണ്ട കോമൺ ആയിട്ട്. ഈ കംപ്രസ്ഡ് ഇഗ്നീഷൻ എഞ്ചിന് ഉദാഹരണം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ എഞ്ചിൻ അല്ലെ. ഡീസൽ എഞ്ചിൻ ഒരു കംപ്രസ്ഡ് ഇഗ്നീഷൻ എഞ്ചിനാണ് ഉദാഹരണമാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇവിടെ ചോദിച്ചിരിക്കുന്ന താഴെ പറയുന്നതിൽ IC എഞ്ചിൻ അല്ലാത്ത ഏത്? അത് ഇന്റേണൽ കംപ്രഷൻ എഞ്ചിൻ, അന്തർദഹന എഞ്ചിൻ അല്ലാത്ത ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീം എഞ്ചിൻ ആണെന്ന് ഓർത്തിരിക്കുക. സ്റ്റീം എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ EC എഞ്ചിൻ ആണ്, എക്സ്റ്റേണൽ കംപ്രഷൻ എഞ്ചിൻ ആണെന്ന് ഓർത്തിരിക്കുക. ഫിഗർ 2 കാണുന്നത്. ഇനി ബാക്കിയല്ല ഓപ്ഷൻ, ബാക്കി മൂന്നും പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, 2 സ്ട്രോക്ക് എഞ്ചിൻ ഒക്കെ IC എഞ്ചിൻ ആണ്, ഇന്റേണൽ കംപ്രഷൻ എഞ്ചിൻ ആണെന്ന് ഓർത്തിരിക്കുക. ഈ ഇന്റേണൽ കംപ്രഷൻ എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്വലനം അകത്ത് നടക്കുന്നതാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഇന്റേണൽ കംപ്രഷൻ എഞ്ചിനുകളെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ എന്നും CI എഞ്ചിൻ അഥവാ കംപ്രസ്ഡ് ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ ഒരു ഉദാഹരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ എഞ്ചിൻ എന്ന് പറയാം. CI എഞ്ചിൻ ഒരു ഉദാഹരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ എഞ്ചിന് കോമൺ ആയിട്ട് പറയാമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഈ ഫിഗർ 1 ഒരു IC എഞ്ചിന്റെ ഉദാഹരണം എന്ന് ചെയ്യാം. ജ്വലനം അകത്ത് നടക്കുന്നതാണ് ആണ് ഇന്റേണൽ കംപ്രഷൻ എഞ്ചിൻ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് 1-2 ടേമുകൾ വേണമെങ്കിൽ പഠിച്ചിരിക്കാം. പിസ്റ്റണിന്റെ ചലനയിലെ പിസ്റ്റൺ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള പിസ്റ്റന്റെ ചലനത്തിന് പറയുന്നതാണ് ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഒരു സ്ട്രോക്ക്, STROK, സ്ട്രോക്ക് എന്ന് പറയുന്നത് പിസ്റ്റണിന്റെ TDC മുതൽ, എങ്ങനെ പറയും? പിസ്റ്റണിന്റെ TDC മുതൽ BDC വരെയുള്ള ചലനത്തെ അറിയപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ BDC എന്ന് പറയുന്ന പിസ്റ്റൺ ഏറ്റവും താഴെ വരെ വരുന്ന പോയിന്റിനാണ് BDC എന്ന് പറയുന്നത് ഓർത്തിരിക്കുക കേട്ടോ. നമുക്ക് ഇവിടെ വരെയെന്ന് വേണം. അതിന് പറയുന്നതാണ് ബോട്ടം ഡെഡ് സെന്റർ എന്നാണ് BDCയുടെ ഫുൾ ഫോം. TDCയുടെ ഫുൾ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഡെഡ് സെന്റർ എന്നാണ്. അതായത് പിസ്റ്റൺ ടോപ്പ് ഏറ്റവും മുകളിൽ പോയിട്ട് ഡെഡായി നിൽക്കുന്ന, അല്ലെങ്കിൽ മുകളിൽ ഏറ്റവും മുകളിൽ വരെ പിസ്റ്റൺ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അകലത്തിനാണ് ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. അങ്ങനെ പിസ്റ്റന്റെ BDC മുതൽ TDC വരെയുള്ള ചലനത്തിന് പറയുന്നതാണ് ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ പിസ്റ്റണിന്റെ ഒരു സ്ട്രോക്ക് എന്നുള്ള മുകളിൽ വരെ പോയി, അതുപോലെ പോയിട്ട് മുകളിൽ വരെ പോയി ഒരു സ്ട്രോക്കായി തിരിച്ച് വരുമ്പം ഈ പറയുന്ന എല്ലാ സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പവർ സ്ട്രോക്ക്, എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന 4 സ്ട്രോക്കുകളും കഴിഞ്ഞിട്ട് ഒരു പവർ ഉത്പാദിപ്പിക്കുന്ന എഞ്ചിനുകളെയാണ് 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് പിസ്റ്റന്റെ 2 സ്ട്രോക്കില് ഒരു പവർ ഉത്പാദിപ്പിക്കുന്ന എഞ്ചിനുകളെയാണ് എന്തെന്ന് പറയുന്നത്? 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, അതൊന്ന് ഓർത്തിരുന്നേക്കുക കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ചെറിയ ഒരു ഡിസ്റ്റർബൻസ് ഹെഡ്സെറ്റ് കുത്തി കേൾക്കുന്നവർക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. റോഡിന്റെ മധ്യഭാഗം തുടർച്ചയായ മഞ്ഞ വര വരച്ചിട്ടുണ്ട് എങ്കിൽ വാഹനങ്ങൾ എങ്ങനെയാണ്? ഓപ്ഷൻ C ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. മഞ്ഞ വരയിൽ കയറുവാനോ മഞ്ഞ വര കടന്നു പോകുവാനോ പാടില്ല എന്ന് ഓർത്തിരിക്കുക കേട്ടോ. സുഹൃത്തെ, നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നോയിസ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ബാക്കി ക്ലാസ് നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുപോലെ ടെലഗ്രാം ചാനൽ വഴി വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകൾ നമുക്ക് ഏകദേശം ഒരു 40 അടുത്തോളം, അല്ലെങ്കിൽ 40+ ക്ലാസ്സുകൾ റെക്കോർഡ് അവൈലബിൾ ആണ്. നമുക്ക് ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ വേഗം കണ്ട് പഠിച്ചു തീർക്കാം. ഒരു മാസം ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ച് തീർക്കാം. റെക്കോർഡ് ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യാൻ കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതിന്റെ ഡീറ്റെയിൽ കൊടുക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. അത് ഡ്രൈവർ പാർട്ട് മോക്ക് ടെസ്റ്റുകളും ഡ്രൈവർ പാർട്ട് ക്ലാസ്സുകളും ആണ് കേട്ടോ. അത് മാത്രമായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും, അല്ലെങ്കിൽ ഒരു ഡെമോ മോക്ക് ടെസ്റ്റ് എന്നുള്ളത് വേറെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ തന്നെ. അതിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. ഈ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം, അത് ക്ലിക്ക് ചെയ്താണ്. അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവർ എക്സാംസ് ട്രാക്കർ എന്ന ടെലഗ്രാം ചാനൽ വിസിറ്റ് ചെയ്യേണ്ടത് ഡെമോ മോക്ക് ടെസ്റ്റ് കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ, മറ്റ് ഫ്രീ ക്ലാസ്സുകളെല്ലാം ഈ ചാനലിലെ പ്ലേലിസ്റ്റ് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ
ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ട് കാണാവുന്നതാണ്, പഠിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി റിലേറ്റഡ് ഫാക്ടും ബാക്കി കുറച്ച് ക്വസ്റ്റ്യനുകൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതും ടു സ്റ്റോക്ക് എഞ്ചിൻ, ഫോർ സ്റ്റോക്ക് എഞ്ചിൻ, എഞ്ചിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതൊക്കെ നമുക്ക് V8 എഞ്ചിന്റെ കാര്യമൊക്കെ ചോദിച്ചു നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ കൂടുതൽ ക്ലാസ്സുകൾ ക്വസ്റ്റ്യൻസുകൾ വേറെ പാർട്ടായിട്ട് ചെയ്തിടാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, മഞ്ഞവര എന്നുള്ളത് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫിഗറിൽ കാണിച്ചില്ലേ, സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ പാർക്കിംഗ് പാടില്ല എന്നുള്ളതാണ് കേട്ടോ. പാർക്കിംഗ് പാടില്ല എന്നാണ് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം സെന്ററിലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഓവർടേക്കിംഗ് പാടില്ല എന്ന്, അല്ലെങ്കിൽ മഞ്ഞവര തൊടാനോ പാടില്ല എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ഒരു ക്ലാസ്സിൽ കണ്ടുപിടിക്കാം.